സോ നമ്മളിന്ന് ഈ ഒരു പ്രിൻറ്റില്ലേ ഇതിനെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഔട്ട്ലൈനിങ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഔട്ട്ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. വിൽ ബി ജസ്റ്റ് ഡൂയിങ് അതിൻ്റെ ജനറിക് ആയിട്ടുള്ള ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ നോക്കി വരച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് കളേഴ്സ് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ ഒരു OHP ഷീറ്റ് എടുത്തു. OHP ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇതാണ് OHP ഷീറ്റ്. ഇത്തിരി കട്ടി ഉണ്ടാവും. അപ്പോൾ ആ OHP ഷീറ്റിനെ ഞാൻ ഇത് A4 സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. OHP ഷീറ്റ്സൊക്കെ മിക്കതും A4 ആണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഞാൻ ഇത് ചെയ്യാനുള്ള പ്രിൻ്റുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ലൈക്ക് ഇമെയിലിൽ അയച്ചു തരാം. യു ക്യാൻ ടേക്ക് ഇറ്റ് പ്രിൻ്റ് ഔട്ട് ഫ്രം എനിവേ. ഞാൻ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് അയക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും എഫക്റ്റീവ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ നിയറസ്റ്റ് പ്ലേസിൽ നിന്ന് പ്രിൻ്റായിട്ട് എടുക്കുന്നതാണ്. ആൻഡ് ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതെടുക്കാം. ഞാൻ ബ്ലാക്ക് ലൈനർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോർ ആർട്ടിസ്റ്റ് ബ്ലാക്ക് ഗ്ലാസ് ലൈനറാണ് ഇത്. നമ്മുടെ പെയിൻറ്റ് മേടിക്കുമ്പോഴും നമുക്ക് ഫ്രീ കിട്ടും. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ഒന്ന് തുറക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൂടിയുടെ ബാക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ഓപ്പൺ ആവും. പ്രസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, പെയിൻറ്റ് പുറത്ത് വരാതെ നോക്കണം. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് കോമ്പസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി പിന്നോ ഏതെങ്കിലും. കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരുപാട് വരും. സോ എപ്പോഴും സൂക്ഷിച്ച് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ ക്യാപ്പാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. ആൻഡ് ഇത് അധികം നേരം ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രൈ ആവും. സോ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് ഈ ബക്കറ്റ് വെച്ചിട്ടാണ് തുടങ്ങണം കേട്ടോ. ഇങ്ങനെ വെച്ച് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫസ്റ്റത്തെ ഒരു ലെയർ വരച്ചു. ഇനി ഞാൻ അടുത്തത് ഈ ലെയർ വരയ്ക്കുകയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്നും വരയ്ക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇത് വന്നെങ്കിൽ ഒരു വേസ്റ്റ് ക്ലോത്ത് എപ്പോഴും കയ്യിൽ വെക്കണം. എന്നിട്ട് വെറുതെ ഇതൊന്നും ഇങ്ങനെ തുടച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീണ്ടും കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റും. ഇനി ഈ താഴത്തെ ഭാഗം ചെയ്യണം. അതൊക്കെ ചെയ്താൽ മതി, തെറ്റാതെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ബ്ലാക്ക് ആയതുകൊണ്ട് അറിയുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ലൈൻസ് കൊടുക്കുകയാണ്. അതിൽ ഈ ഡാർക്കർ ആയിട്ടുള്ള ലൈൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ചെറിയ ലൈൻസ് കൊടുക്കുന്നില്ല. കാരണം ഇത് നമ്മുടെ ബിഗിനർ ലെവലല്ലേ. അപ്പോൾ നമ്മൾ സോളിഡ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനത് ആവശ്യമില്ല. ഇനി ഈ ഒരു പാർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ബക്കറ്റിൻ്റെ അടുത്ത സെറ്റ്. ഇത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ബക്കറ്റിൻ്റെ ഇവിടുത്തെ ഭാഗങ്ങൾ കുറച്ച് വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ വരച്ചു കൊടുക്കുകയാണ്.
ബക്കറ്റ് ഇപ്പോൾ ഫുൾ വരച്ച് കഴിഞ്ഞു. ഇത് കുറച്ച് കൈ വേദനിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ ഗ്രേപ്സിന് കൊടുക്കാൻ പോവാണ്. പതുക്കെ നിർത്തി കണ്ടോ, കൈ ഇങ്ങനെ ആവരുത്. എൻ്റെ അറിയാതെ കൈ ഓർമ്മയില്ലാതെ ആയതാണ്, സോ സോറി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും, മായ്ക്കാൻ പറ്റും. പക്ഷെ അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഉണങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് മായ്ക്കാൻ പറ്റുന്നത്. സോ തെറ്റാതെ നോക്കണം. ഞാൻ കുറേ കാലമായി ആക്ച്വലി ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്ത്. നിങ്ങൾക്ക് ഈ മോഡ്യൂൾ വേണമല്ലോ എന്നുള്ളൊരൊറ്റ ഇതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും ഞാനിപ്പോൾ ഇതിലൊക്കെ വരച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കളറ് ബ്ലാക്ക് തന്നെ ആയതുകൊണ്ടാണ്. ഇത് എല്ലാത്തിലും ത്രൂ ഔട്ട് ഫുള്ളി ഇടണം. ഞാനിപ്പോൾ ഓരോന്നും കാണിക്കുന്നില്ല, ഫുൾ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു. ഓൾമോസ്റ്റ് വരച്ച് കഴിഞ്ഞു. അതിൽ ആവശ്യമില്ലാത്തതൊന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ബേസിക് മനസ്സിലാക്കാൻ ഉള്ളതേ വരയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഗ്രേപ്സാണ് ഞാൻ കൂടുതലും വരയ്ക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രേപ്സൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഈ ഒരു ലീഫും കൂടെ നമുക്ക് കൊടുക്കാം, നല്ലൊരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഈ ഗ്രേപ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി കൊടുക്കാനുള്ളൊരു സാധനം ഈ ചെറിയ മാർക്കിങ്സ് ആണ്. ഈ ചെറുതില്ലേ, ഇതിങ്ങനത്തെ വരുന്നത്. അപ്പോൾ അതെന്തായാലും ഒന്ന് കൊടുക്കണം. എല്ലാത്തിലും കൊടുത്തില്ലെങ്കിലും കുറച്ചെണ്ണത്തിലെങ്കിലും കൊടുക്കണം. ദ റീസൺ ഇസ് എന്നാൽ അതൊരു ഫ്രൂട്ടാണ്, അതിലൊരു സാധനമാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ലൈൻ പോലെ കൊടുത്താൽ മതി. നമ്മൾ ഔട്ട്ലൈൻ ഫുള്ളായി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഈ ഒരു സാധനം വേണമെങ്കിൽ, ഇത് ഓപ്ഷണലാണ്, ഇതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഫുള്ളും കഴിഞ്ഞു. ഇനി ഞാനിത് റിവീൽ ചെയ്ത് കാണിക്കാനായിട്ട് നമ്മളിത് ഫുൾ ഔട്ട്ലൈൻ ചെയ്ത് വന്നപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഉണ്ടോ. ഇതിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിന് അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഇവിടെയും ഗ്യാപ്പ് ഇല്ലല്ലോ, നമുക്ക് ഈ ഗ്യാപ്പൊന്നും വരാൻ പാടില്ല. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം ഗ്യാപ്പ് വരാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് വാട്ടർ പോലത്തെ പെയിൻറ്റാണ്, അപ്പോൾ അത് ഒഴുകിപ്പോവും. അപ്പോൾ വേറെ എവിടെയും ഗ്യാപ്പൊന്നും ഇല്ലയെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ നമ്മളിത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ കൊടുക്കുമ്പോൾ ടേക്ക് ഇതിൽ ചോക്ലേറ്റ് ബ്രൗൺ, എനിക്കിപ്പോൾ 6 കളേഴ്സുള്ള ഒരു പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 10 കളേഴ്സ് 12 കളേഴ്സ് ഏത് വേണമെങ്കിലും മേടിക്കാം. ഇനീഷ്യലി ഇതൊക്കെ മതിയാവും. സോ ഞാൻ എന്താ ഈ ചോക്ലേറ്റ് ബ്രൗൺ കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് എപ്പോഴും ഒന്ന് തുടച്ചിട്ടെടുക്കുന്നതിൻ്റെ കാരണം ബബിൾസ് വരാൻ പാടില്ല. അപ്പോൾ വേണ്ട, ഈ ബബിൾസ് വരുന്നതൊക്കെ തുടച്ച് കളയണം. പെയിൻറ്റ് വരുമ്പോൾ മാത്രം
ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പം ഞാൻ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ നമ്മുടെ ഇത് യൂസ് ചെയ്യും, എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിനെല്ലാം അവിടേക്ക് ആക്കി കൊടുക്കും. ഡാബ് ചെയ്തിട്ട് ആക്കുള്ളൂ, വൈറ്റ് വരാൻ പാടില്ല. ചിലർ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സാധനം വെച്ചിട്ട് തന്നെ നീക്കാനാണ് പറയാറ്. പക്ഷെ ഞാനതിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട് അധികം പറയാറില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ബബിൾസ് വരാനും വൈറ്റ് സ്പേസ് നിറയെ വരാനും, അത് മാത്രമല്ല പെയിൻറ്റ് ഒരുപാട് വേസ്റ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പതുക്കെ കുറച്ച് ലിക്വിഡ് അതിലേക്ക് ആക്കിയിട്ട് ബാക്കി ഇങ്ങനെ. അപ്പോൾ അവിടെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പെയിൻറ്റ് കൊടുക്കുകയാണ്. ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇനി ഒന്ന് ഇതിനങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായി. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തിലും ബബിൾസ് വന്നപ്പോൾ ഞാനൊന്ന് മായ്ച്ചു കൊടുത്തു. വീണ്ടും ബബിൾസ് വരുന്നു. ഇത് ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് വരും. കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് ഇങ്ങനെ ചെറുതായി സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തും ബബിൾസ് വരാതെ നോക്കണം കേട്ടോ. ബബിൾസൊക്കെ ചെറുതായി ഫോം ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബബിൾസിനെ ഒന്ന് കോർണറിലേക്ക് നീക്കി കൊടുക്കുക, അല്ലെങ്കിൽ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്താലും മതിയാവും. ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഈ ഒരു നല്ലൊരു റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് ടോൺ എടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനല്ല, ഈ ഒരു ഏരിയ ഇല്ലേ, നമ്മുടെ ഈ ഒരു ഏരിയ, അതിൽ ഫുള്ളായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കൊടുത്തു. ഇനി ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ ബ്രഷ് നന്നായി തുടയ്ക്കുക. വേറെ കളർ അതിലേക്ക് വരാൻ പാടില്ല എന്നുണ്ട്. ഫസ്റ്റ് ഈ കോർണർ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ ബബിള് വരുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുത്ത് ആ ബബിള് പൊട്ടിക്കോളും. യെസ്, ആ കോർണർ വരെ ഫില്ലായി. ഇനി നമ്മൾ നിങ്ങൾ എവിടെ വീഡിയോസിൽ നോക്കിയാലും എല്ലാം മിക്കവരും ഈ ഗ്ലാസ് കളർ കൊണ്ട് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യാനാണ്, ഇങ്ങനെ ഫില്ല് ചെയ്യുമെന്നാണ് പറയാറ്. വളരെ ചുരുക്കം ആർട്ടിസ്റ്റുകൾ ബ്രഷ് വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറയുള്ളൂ. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് കൺസെപ്ഷൻ നന്നായിട്ട് യൂസ് ആവും. വേണ്ട, നമുക്ക് ഇത്രയും മതി, ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ അതിന് നമുക്ക്
വെറുതെ കുറേ പെയിൻറ്റ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പൊതുവെ അങ്ങനെ സാധനങ്ങൾ ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല. പിന്നെ ഞാൻ 2-3 സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഗ്ലാസ് പെയിൻറ്റിങ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെയിൻറ്റ് നമുക്ക് വേസ്റ്റ് ആവില്ല, പക്ഷെ എല്ലാവരുടെയും ഭംഗിയിൽ കളറാവും എന്നുള്ളത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. ഓരോ ഏരിയ ആയിട്ട് ഫില്ല് ചെയ്താൽ മതിയാവും, കാരണം ഇത് ഉണങ്ങും പെട്ടെന്ന്. അപ്പോൾ അത് ഉണങ്ങാനും പാടില്ല. ഇപ്പം നമ്മൾ ഈ ഒരു റെഡ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ മേടിക്കുന്ന കളറിൽ നിങ്ങൾക്ക് പേർപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേപ്സിന് ആ കളർ കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്രേപ്പിന് ഒരു പിങ്ക് ഷെയ്ഡായിരിക്കും വരിക, കാരണം എൻ്റെ കയ്യിൽ അതില്ലു, മറ്റേതില്ല, വയലറ്റ് കളർ കിട്ടിയിട്ടില്ല. ആകെ 6 കളേഴ്സ് ഉള്ളതാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് എന്തെടുത്തു, ഇതെടുത്തിട്ട് ഫസ്റ്റ് ഗ്രീൻ എടുക്കണം, ലീഫിന് കൊടുക്കാനാണ്. അപ്പോൾ ലീഫിന് ബബിൾസൊക്കെ ഉണ്ടോയെന്ന് കളഞ്ഞു. കുറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ബ്ലാക്ക് കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ടേ കളേഴ്സ് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഒരു മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും വെക്കണം, അല്ലെങ്കിൽ അത് ഉണങ്ങിയിട്ടുണ്ടാവില്ല, സ്പ്രെഡ് ആവും, എല്ലാം കൂടെ ഒരു വൃത്തികേടാവും. സോ ബ്ലാക്ക് നന്നായി ഉണങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ലൈനർ നന്നായി ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പതുക്കെ ടച്ച് ചെയ്ത് സോറി, ഈ ഒരു ഏരിയ കാണുന്നുണ്ടായിരുന്നില്ല, ഇവിടെയും കൂടെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ.
നിങ്ങളുടെ ബ്രഷിൽ ഈ പെയിൻ്റ് ആയി കഴിഞ്ഞാൽ ബ്രഷ് ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ തവണ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴും ബ്രഷ് നന്നായി തുടച്ച് കൊടുക്കണം. ഓരോ കളറ് കഴിയുമ്പോൾ വെള്ളത്തിൽ കഴുകുകയും വേണം കേട്ടോ. ഇനി നമുക്ക് ഈ ഹാൻഡിലും ഞാൻ റെഡാണ് കൊടുക്കണേ. ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും ഏരിയ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു ഏരിയ ഇത്രയും കഴിഞ്ഞു. അയ്യോ, നമുക്ക് ഈ ഒരു ഏരിയസിലേക്ക് കവർ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ വലിയ പാക്കുകൾ ആമസോണിലും എല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ഈ ഗ്ലാസ് കളേഴ്സിൻ്റെ ബിഗ് പാക്സ് കടകളിൽ യൂഷ്വലി മാക്സിമം 10 കളേഴ്സിൻ്റെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നല്ല അത്യാവശ്യം വലിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ കിറ്റുകൾ കിട്ടും. വലിയ കിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിറയെ കളർ ഓപ്ഷൻസും നമുക്ക് ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്യണം. അപ്പം അതിന് മൾട്ടി കളേഴ്സ് ഉള്ളത് ആവശ്യമാണ്. നമുക്ക് ഹാൻഡിലും റെഡിയായി. ഇപ്പോൾ റെഡ് ഇസ് കംപ്ലീറ്റ്ലി ഓവർ. സോറി, അത് റെക്കോർഡായി പോയില്ല. ഞാൻ എൻ്റെ ഗ്രേപ്സിന് വയലറ്റ് ഇല്ലാത്തതുകൊണ്ട് പിങ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് കട്ടായത് ഞാൻ കണ്ടില്ല. സോ ഞാൻ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, ബബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബബിളിന് എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു മൂന്നെണ്ണത്തിലൊക്കെ ഇങ്ങനെ ഡ്രോപ്സ് ഇട്ടിട്ട് ഇനി നമുക്കിതിനെ ഫില്ലാക്കാം. ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അതിലൊന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും. ഇവിടെ പെയിൻറ്റ് കുറച്ചുണ്ട്, അപ്പം ഞാൻ അതെടുത്തിട്ട് ഇപ്പുറത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇത്രയും നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളും ചെയ്തിട്ട് വരാം. ഇറ്റ് ഇസ് ഗോണ ടേക്ക് ടൈം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് വരയ്ക്കാത്തത്. പിന്നെ ഇത്ര അധികം ഉണ്ട്, ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇനി കുറച്ച് ഇതും കൂടെ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്കും കൂടെ പറഞ്ഞുതരാം, ഇത് വെച്ചിട്ട് തന്നെ എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത്. അറ്റത്തെ നിബ്ബ് നന്നായി തുടച്ചെടുക്കുക. എന്നിട്ട് എന്താ ഇതിനെ ഇങ്ങനെ വെറുതെ ഒന്ന് റബ്ബ് ചെയ്താൽ മതിയാവും. പെയിൻറ്റും വരും, വേണ്ടടുത്തൊക്കെ ആവും, പെട്ടെന്ന് ആവുകയും ചെയ്യും. പക്ഷെ എന്താണ്, ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് പെയിൻറ്റ് വേസ്റ്റ് ആവും. കണ്ടോ? ദിസ് ഇസ് ദി സെക്കൻഡ് ടെക്നിക്ക്. പെട്ടെന്ന് വരച്ചും തീരും, പെയിൻറ്റും തീരും. അതാണ് അതിൻ്റെ പ്രത്യേകത. സോ നിങ്ങൾക്ക് പെയിൻ്റ് ഒന്നും കുറച്ച് പിശിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ ബ്രഷ് മെത്തേഡ്. അല്ല, ഇഫ് യു ഫൈൻ നല്ല ഭംഗിയിൽ നല്ല തിക്നെസ്സിൽ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇത് ഓൾമോസ്റ്റ് തീർന്നു. അപ്പം ഞാനിനി അതിനെ ഒന്നുകൂടെ ഒന്ന് ഫസ്റ്റ് മെത്തേഡിൽ തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്പ്രെഡ് ഇറ്റ് ഈവൻലി ടു ഓൾ ദ സൈഡ്സ്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ദർ ഇസ് എ ഗ്യാപ്പ് ഹിയർ. അപ്പം ഐ ആം ഗോണ ഫിൽ ദിസ് ഹിയർ ആൻഡ് ഹിയർ. സോ 2 ടെക്നിക്സ് വി ഹാവ് ലേൺ ടുഡേ ജസ്റ്റ് ടു ഫിൽ യൂസിങ് ഗ്ലാസ് പെയിൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ഹാവ് ടു ഫിൽ ദിസ് പാർട്ട് ആൻഡ് ദിസ് പാർട്ട്. അതിന് വേറെ കളറായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ ദ കളർ വിൽ ബി either you can use yellow or else യെല്ലോ കൊടുത്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് മെത്തേഡിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഇങ്ങനെ അതുകൊണ്ട് വരച്ച് കൊടുത്ത് മൈൽഡായിട്ടൊരു പ്രഷർ കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഡാർക്ക് പ്രഷറൊന്നും കൊടുക്കരുത്. ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പെയിൻറ്റ് അങ്ങനെ വീഴും. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. ഇനി അതിനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഒരു വാട്ടറി ഫീൽ വന്നു. ഇനി ഇതിൽ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഏരിയ ഓൾസോ കേട്ടോ. കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ ബാസ്ക്കറ്റിന് ബാക്കി ബ്രൗൺ ഏരിയാസും കൂടെ കൊടുക്കാറുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ബ്രൗൺ ഏരിയാസ് കൊടുക്കുന്നില്ല. സോ ഞാനിപ്പോൾ ബ്രൗൺ എടുത്തു. ഇപ്പോൾ ഈ ഒരു കോളം ബ്രൗൺ കൊടുത്തില്ലേ, അടുത്തത് ഒരെണ്ണം വിട്ടിട്ട് ഈ ഒരു ഏരിയയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ഓൾട്ടർനേറ്റ് വിട്ടിട്ട് ഇവിടെ ഇൻ കേസ് പെയിൻറ്റ് തികഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓൾട്ടർനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെയിൻറ്റ് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇടയിൽ വേറെ കളർ ഇടാൻ പറ്റും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ്ലി കൊടുത്താൽ അവസാനം പെയിൻറ്റും തികഞ്ഞില്ല, ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഇനി അടുത്ത് ഇവിടെ കൊടുക്കാം.
ഇനി ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം ഹൗ ഡസ് ഇറ്റ് ലുക്ക് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇടയിൽ ആ വൈറ്റ് എവിടെയെങ്കിലും കാണണമെങ്കിൽ ഒന്ന് അതിനൊന്ന് സ്മഡ്ജ് ചെയ്തിട്ടൊക്കെ ഒന്ന് പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ ഉടനെ ബ്രഷ് കഴുകുക. ബാക്കി എല്ലാ സോൾവെൻറ്റ് കളേഴ്സും ഗ്ലാസ് കളേഴ്സും എടുത്ത് വയ്ക്കുക. കണ്ടോ? ഇനി കംപ്ലീറ്റ്ലി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് പൊക്കിയെടുക്കാവൂ കേട്ടോ. കാരണം ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കളേഴ്സ് കറക്റ്റ് ആയതുകൊണ്ട് ഒഴുകില്ല. ഇപ്പം നിങ്ങൾ ഇൻ കേസ് എവിടെയെങ്കിലും കളർ ഒത്തിരി കൂടുതലാണ് കൊടുത്തതെങ്കിൽ ഇത് നിങ്ങളിങ്ങനെ പൊക്കുമ്പോൾ ആ കളർ ഒഴുകും, അങ്ങോട്ടേക്ക് ഒഴുകിപ്പോവും. സോ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് എടുക്കാവൂ. ദിസ് ഇസ് ജസ്റ്റ് ദ ഫസ്റ്റ് മെത്തേഡ്, വെരി ബേസിക് ഔട്ട്ലൈനിങ് ആൻഡ് ഫില്ലിംഗ് മെത്തേഡ് കേട്ടോ. ബേസിക് ഔട്ട്ലൈൻ ആൻഡ് ഫില്ലിംഗ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.